കണ്ണുകളടച്ച് കരങ്ങൾ മടിത്തട്ടിൽ തുറന്നു വെച്ച് ഉള്ളിലേക്ക് നന്നായി ശ്വാസമെടുത്ത് ഇന്ന് നമ്മൾ ഉപയോഗിക്കുന്ന പ്രാർത്ഥനാ മന്ത്രം ഈശോ എന്നെ തൻ്റെ ഹൃദയത്തിലേക്ക് ആകർഷിക്കുന്നു എന്നതാണ്. ഈശോ എന്നെ തൻ്റെ ഹൃദയത്തിലേക്ക് ആകർഷിക്കുന്നു. ഈശോ എന്നെ തൻ്റെ ഹൃദയത്തിലേക്ക് ആകർഷിക്കുന്നു. ഈ ലോകത്തിൻ്റെ ആകർഷണങ്ങളിൽ എൻ്റെ കണ്ണും കാതും വീണുപോകാതെ ഉള്ളിൻ്റെ ഉള്ളിൽ വസിക്കുന്ന പരിശുദ്ധ ത്രിത്വത്തിലേക്ക് ഈശോ എന്നെ ആകർഷിക്കുന്നു. ഉള്ളിലേക്ക് നന്നായി ശ്വാസമെടുക്കാം. എൻ്റെ ആത്മാവിൻ്റെ 7-ാം സദനത്തിൽ സൂര്യനെ പോലെ പ്രകാശിച്ചുകൊണ്ട് സന്നിഹിതനായിരിക്കുന്ന ഈശോയുടെ സാന്നിധ്യം, പിതാവായ ദൈവത്തിൻ്റെ സാന്നിധ്യം, പരിശുദ്ധാത്മാവിൻ്റെ സാന്നിധ്യം ഏറ്റവും ഉള്ളിലുള്ള സദനത്തിൻ്റെ അകത്ത് നിന്ന് ഏറ്റവും പുറത്ത് നിൽക്കുന്ന എന്നെ ഉള്ളിൻ്റെ ഉള്ളിലേക്ക് ഈശോ ആകർഷിക്കുകയാണ്. കണ്ണേ ഉള്ളിലേക്ക് മടങ്ങുക, കാതേ ഉള്ളിലേക്ക് തിരിയുക. ഈശോ എന്നെ തൻ്റെ ഹൃദയത്തിലേക്ക് ആകർഷിക്കുന്നു. കരങ്ങൾ ഉയർത്തി വീശിക്കൊണ്ട് പറയാം, ഈശോ എന്നെ തൻ്റെ ഹൃദയത്തിലേക്ക് ആകർഷിക്കുന്നു. 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 ഈശോ തൻ്റെ ഹൃദയത്തിലേക്ക് ആകർഷിക്കുന്നു. ഈശോ എന്നെ തൻ്റെ ഹൃദയത്തിലേക്ക് ആകർഷിക്കുന്നു. കരങ്ങൾ മടിത്തട്ടിൽ തുറന്നു വെച്ച് ഉള്ളിലേക്ക് നന്നായി ശ്വാസമെടുത്ത് എൻ്റെ ആകർഷണങ്ങൾ എൻ്റെ ഉള്ളിൻ്റെ ഉള്ളിൽ ഉൾവസിക്കുന്ന ദൈവ സാന്നിധ്യത്തിലേക്ക് തിരിയട്ടെ. മറ്റൊന്നിനെക്കുറിച്ചും ചിന്തിക്കേണ്ടതില്ല. ഈശോ പറഞ്ഞു, നിങ്ങളാദ്യം അവിടുത്തെ നീതിയും അവിടുത്തെ രാജ്യവും അന്വേഷിക്കുവിൻ. ദൈവത്തിൻ്റെ രാജ്യവും ദൈവത്തിൻ്റെ നീതിയും ആദ്യം അന്വേഷിക്കേണ്ട ഇടം ഉള്ളിൻ്റെ ഉള്ളാണ്, ആത്മാവാണ്. അന്തരാത്മാവിൽ ദൈവരാജ്യമുണ്ട്, ദൈവനീതിയുണ്ട്. അവൻ സത്യമായും ഓരോ മനുഷ്യൻ്റെയും ഹൃദയത്തിൽ വസിക്കുന്നവനാണ്. Is present in each and every human being. Presence by essence. സത്താപരമായി അവൻ സന്നിഹിതനാണ്. പ്രസൻസ് ബൈ ഗ്രേസ്. കൃപാപരമായി അവൻ സന്നിഹിതനാണ്. പ്രസൻസ് ബൈ യൂണിയൻ.
ആത്മാവിനോട് ഐക്യപ്പെട്ടുകൊണ്ട് ദൈവം സന്നിഹിതനാണ്. ആ സാന്നിധ്യത്തിലേക്ക് ഈശോ എന്നെ ആകർഷിക്കുകയാണ്. ഞാൻ അടുക്കളയിലായിരിക്കുമ്പോഴും, ഞാനൊരു കൃഷിയിടത്തിലായിരിക്കുമ്പോഴും, ഞാൻ പഠനമുറിയിലായിരിക്കുമ്പോഴും, ഞാനൊരു ബിസിനസ്സിലേർപ്പെടുമ്പോഴും, ഞാൻ ഏതെങ്കിലും ഒരു ഓഫീസിൽ ഇരുന്നൊരു ജോലിയിലായിരിക്കുമ്പോഴും, മക്കളെ പരിപാലിക്കുമ്പോഴും, രോഗികളെ ശുശ്രൂഷിക്കുമ്പോഴും ഈശോ എന്നെ തൻ്റെ ഹൃദയത്തിലേക്ക് ആകർഷിച്ചു കൊണ്ടിരിക്കുന്നു. ഈശോ എൻ്റെ ചിന്തകളെ തന്നിൽ ഉറപ്പിച്ചു നിർത്താൻ നമ്മെ ആകർഷിക്കുന്നു. നമ്മുടെ ഹൃദയത്തെ അവൻ ഒരു തരത്തിൽ വലിച്ചു കൊണ്ടിരിക്കുന്നു, അട്രാക്റ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നു. കരങ്ങൾ ഉയർത്തി വീശിക്കൊണ്ട് പറയാം, ഈശോ എന്നെ തൻ്റെ ഹൃദയത്തിലേക്ക് ആകർഷിക്കുന്നു. 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 കണ്ണുകൾ അടച്ച് കരങ്ങൾ മടിത്തട്ടിൽ തുറന്നു വെച്ച് ഉള്ളിലേക്ക് നന്നായി ശ്വാസമെടുത്ത് ഈശോയുടെ ഹൃദയത്തിലേക്ക് ആകർഷിക്കപ്പെടുന്ന ആത്മാവിന് ഈ ലോകത്തിൻ്റെതായ ഫലദായകമല്ലാത്ത അനേകം കാര്യങ്ങളിൽ ഇടപെടുന്നതിനുള്ള പ്രലോഭനത്തെ, തലയിടുന്ന ആവശ്യമില്ലാത്ത കാര്യങ്ങളിൽ തലയിടുന്നതിനുള്ള പ്രലോഭനങ്ങളിൽ നിന്ന് അതിജീവിക്കാൻ സാധിക്കും. ഏതാണ് ആവശ്യമുള്ളതെന്ന്, ഏത് കാര്യത്തിലാണ് ഞാൻ എൻ്റെ ചിന്ത കൊടുക്കേണ്ടതെന്ന്, ഏത് കാര്യത്തിലാണ് ഞാൻ എൻ്റെ ഊർജം ചെലവഴിക്കേണ്ടതെന്ന് വിവേചിച്ചറിയാനും, ഏത് കാര്യം കാണാൻ വേണ്ടിയാണ്, ഏത് കാര്യം അറിയാൻ വേണ്ടിയാണ് ഞാൻ എൻ്റെ സമയം ചെലവഴിക്കേണ്ടതെന്ന് വിവേചിച്ചറിയാൻ ഈശോ കൃപ കൊടുക്കുന്നു. ആവശ്യമില്ലാത്ത കാര്യങ്ങളിൽ തലയിടാതിരിക്കാനും സമയം ചെലവഴിക്കാതിരിക്കാനും ഈശോ സഹായിക്കുന്നു. ഈശോ നിന്നെ തൻ്റെ സാന്നിധ്യത്തിലേക്ക്, ഹൃദയത്തിലേക്ക് ആകർഷിക്കുന്നു എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം തൻ്റെ സാന്നിധ്യത്തിലേക്ക്, പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും ആ മഹനീയ സാന്നിധ്യത്തിലേക്ക്, ആ പ്രഭാപൂരിതമായ സാന്നിധ്യത്തിലേക്ക്, ആ സുഗന്ധപൂരിതമായ സാന്നിധ്യത്തിലേക്ക്, സ്വർഗീയമായ സാന്നിധ്യത്തിലേക്ക് ഈശോ എന്നെ ആകർഷിക്കുന്നു. ഉള്ളിലേക്ക് നന്നായി ശ്വാസമെടുക്കാം. ഈശോ എന്നെ, ഇനി നമുക്കിങ്ങനെ ആവർത്തിക്കാം, ഈശോ എന്നെ തൻ്റെ സാന്നിധ്യത്തിലേക്ക് ആകർഷിക്കുന്നു. ഈശോ എന്നെ തൻ്റെ സാന്നിധ്യത്തിലേക്ക് ആകർഷിക്കുന്നു. ഈശോ എന്നെ തൻ്റെ സാന്നിധ്യത്തിലേക്ക് ആകർഷിക്കുന്നു. കരങ്ങൾ ഉയർത്തി വീശിക്കൊണ്ട് 10 പ്രാവശ്യം ശാന്തമായ മനസ്സോടുകൂടെ പറയാം, ഈശോ എന്നെ തൻ്റെ സാന്നിധ്യത്തിലേക്ക് ആകർഷിക്കുന്നു. ഈശോ എന്നെ തൻ്റെ സാന്നിധ്യത്തിലേക്ക് ആകർഷിക്കുന്നു. ഈശോ എന്നെ തൻ്റെ സാന്നിധ്യത്തിലേക്ക് ആകർഷിക്കുന്നു. ഈശോ എന്നെ തൻ്റെ സാന്നിധ്യത്തിലേക്ക് ആകർഷിക്കുന്നു.
ഈശോ എന്നെ തന്റെ സാന്നിധ്യത്തിലേക്ക് ആകർഷിക്കുന്നു. ഈശോ എന്നെ തന്റെ സാന്നിധ്യത്തിലേക്ക് ആകർഷിക്കുന്നു. ഈശോ എന്നെ തന്റെ സാന്നിധ്യത്തിലേക്ക് ആകർഷിക്കുന്നു. ഈശോ എന്നെ തന്റെ സാന്നിധ്യത്തിലേക്ക് ആകർഷിക്കുന്നു. ഈശോ എന്നെ തന്റെ സാന്നിധ്യത്തിലേക്ക് ആകർഷിക്കുന്നു. ഈശോ എന്നെ തന്റെ സാന്നിധ്യത്തിലേക്ക് ആകർഷിക്കുന്നു. കരങ്ങൾ മടിത്തട്ടിൽ തുറന്നു വെച്ച് ഈശോയുടെ സാന്നിധ്യത്തിലാണ് എൻ്റെ ആത്മാവിൻ്റെ ആനന്ദം കുടികൊള്ളുന്നത്. പിതാവിൻ്റെ സാന്നിധ്യത്തിന് വേണ്ടിയാണ് എൻ്റെ ആത്മാവ് ദാഹിക്കുന്നത്. എൻ്റെ മനസ്സന്വേഷിക്കുന്ന സത്യം പരിശുദ്ധ ത്രിത്വമാകുന്ന സത്യമാണ്. ആ സത്യത്തിൽ നിമഗ്നമാകുമ്പോഴാണ് ഞാൻ ശാന്തനാകുന്നത്. എത്തേണ്ടിടത്ത് എത്തുമ്പോഴാണ് യാത്ര ചെയ്യുന്ന ആൾ സ്വസ്ഥത അനുഭവിക്കുന്നത്. ഞാനൊരാത്മീയ യാത്രയിലാണ്. എൻ്റെ ഈ ആത്മീയ യാത്ര ചെന്നെത്തേണ്ടത് ദൈവസാന്നിധ്യത്തിലാണ്, ദൈവൈക്യത്തിലാണ്. ഉള്ളിലേക്ക് നന്നായി ശ്വാസമെടുക്കാം. ഈ യാത്രയിൽ എനിക്ക് രോഗം വരാം, എനിക്ക് പ്രതിസന്ധികൾ ഉണ്ടാകാം, ഞാനൊരു അപകടത്തിൽപ്പെടാം, എൻ്റെ മനസ്സ് തളരാം, എൻ്റെ കാലുകൾ തളരാം, കൂടെയുള്ളവർ വിട്ടുപേക്ഷിച്ച് പോയെന്ന് വരാം. ഇങ്ങനെ യാത്രയിൽ ഒത്തിരിയേറെ പ്രതിസന്ധികൾ, കൂടെയുള്ളവർ പീഡിപ്പിച്ചെന്ന് വരാം, തളർത്തിക്കളഞ്ഞെന്ന് വരാം, നിരുത്സാഹപ്പെടുത്തിയെന്ന് വരാം, കൂടെ നടക്കാൻ ആരുമുണ്ടായില്ലെന്നും വരാം. ഉള്ളിലേക്ക് നന്നായി ശ്വാസമെടുക്കാം. ആത്മീയ യാത്ര സംഘർഷങ്ങൾ നിറഞ്ഞതാണ്, സഹനങ്ങൾ നിറഞ്ഞതാണ്. ആത്മീയ യാത്ര ഒരു കുരിശിന്റെ വഴിയാണ്. അതൊരു ദുർഘടപാതയാണ്, ഇടുങ്ങിയ വഴിയാണ്. ഈ ഇടുങ്ങിയ വഴിയിലൂടെയുള്ള യാത്രയിൽ സഞ്ചരിക്കാൻ, അതിൽ നിലനിൽക്കാൻ ഈശോ എന്നെ ആകർഷിക്കുന്നു. ഈശോ എന്നെ തൻ്റെ സാന്നിധ്യത്തിലേക്ക് ആകർഷിക്കുന്നു. ഈശോ എനിക്ക് തരുന്ന ആകർഷണം മാത്രമാണ് എന്നെ ഈ യാത്രയിൽ പിടിച്ചു നിർത്തുന്നത്. ഈ ലോകത്തിൻ്റെ സമ്പത്തോ സുഖങ്ങളോ പ്രശസ്തിയോ മനുഷ്യരുടെ ആനന്ദമോ മനുഷ്യപ്രീതിയോ ഒന്നും എന്നെ ഈ യാത്രയിൽ സഹായിക്കുന്നില്ല. എന്നെ സഹായിക്കുന്നത് ഈശോ എന്നെ ആകർഷിക്കുന്നു എന്ന സത്യം മാത്രമാണ്. ഈശോയുടെ പ്രീതി, ദൈവപ്രീതി മാത്രം മുന്നിൽ കണ്ട് യാത്ര ചെയ്യുന്നവരാണ് ലക്ഷ്യത്തിലെത്തിച്ചേരുന്നത്. ദൈവപ്രീതി മാത്രം മുന്നിൽ കണ്ട് യാത്ര ചെയ്യുന്നവരാണ് വേഗത്തിൽ ലക്ഷ്യത്തിലെത്തിച്ചേരുന്നത്. ഉള്ളിലേക്ക് നന്നായി ശ്വാസമെടുക്കാം. എൻ്റെ ഈ ആത്മീയ യാത്രയിൽ ദൈവപ്രീതിയല്ലാതെ മറ്റൊന്നും ഞാൻ ലക്ഷ്യം വയ്ക്കുന്നില്ല, ആഗ്രഹിക്കുന്നില്ല. കരങ്ങൾ മടിത്തട്ടിൽ തുറന്നു വയ്ക്കാം. സാധിക്കുന്നത് പോലെ നേരെയിരിക്കാം. ഉള്ളിലേക്ക് നന്നായി ശ്വാസമെടുക്കാം. കരങ്ങൾ ഉയർത്തി വീശിക്കൊണ്ട് ബോധ്യത്തോടെ പറയാം, ഈശോ എന്നെ തൻ്റെ സാന്നിധ്യത്തിലേക്ക് ആകർഷിക്കുന്നു. ഈശോ എന്നെ തന്റെ സാന്നിധ്യത്തിലേക്ക് ആകർഷിക്കുന്നു. ഈശോ എന്നെ തൻ്റെ സാന്നിധ്യത്തിലേക്ക് ആകർഷിക്കുന്നു. ഈശോ എന്നെ തൻ്റെ സാന്നിധ്യത്തിലേക്ക് ആകർഷിക്കുന്നു. ഈശോ എന്നെ തന്റെ സാന്നിധ്യത്തിലേക്ക് ആകർഷിക്കുന്നു.
ഈശോ എന്നെ തന്റെ സാന്നിധ്യത്തിലേക്ക് ആകർഷിക്കുന്നു. ഈശോ എന്നെ തന്റെ സാന്നിധ്യത്തിലേക്ക് ആകർഷിക്കുന്നു. ഈശോ എന്നെ തന്റെ സാന്നിധ്യത്തിലേക്ക് ആകർഷിക്കുന്നു. ഈശോ എന്നെ തന്റെ സാന്നിധ്യത്തിലേക്ക് ആകർഷിക്കുന്നു. ഈശോ എന്നെ തന്റെ സാന്നിധ്യത്തിലേക്ക് ആകർഷിക്കുന്നു. ഈശോ എന്നെ തന്റെ സാന്നിധ്യത്തിലേക്ക് ആകർഷിക്കുന്നു. യേശുവേ സ്നേഹമേ, നിന്റെ സ്വന്തമാകാനുള്ള എൻ്റെ ആഗ്രഹത്തെ നീ ശക്തിപ്പെടുത്തേണമേ. യേശുവേ സ്നേഹമേ, നിന്റെ സ്വന്തമാകാനുള്ള എൻ്റെ ആഗ്രഹത്തെ നീ ശക്തിപ്പെടുത്തേണമേ. എൻ്റെ ജീവിതത്തിൻ്റെ ചെറുതും വലുതുമായ ഓരോ കാര്യത്തിലും എൻ്റെ ജീവിതത്തിൻ്റെ ചെറുതും വലുതുമായ ഓരോ കാര്യത്തിലും നിൻഹിതം മാത്രം അന്വേഷിക്കാനായി വരമെനിക്കരുളേണമേ. നിൻഹിതം മാത്രം അനുഗ്രഹിക്കാനായി വരമെനിക്കരുളണമേ. യേശുവേ സ്നേഹമേ, നിന്റെ സ്വന്തമാകാനുള്ള എൻ്റെ ആഗ്രഹത്തെ നീ ശക്തിപ്പെടുത്തേണമേ. യേശുവേ സ്നേഹമേ, നിന്റെ സ്വന്തമാകാനുള്ള എൻ്റെ ആഗ്രഹത്തെ നീ ശക്തിപ്പെടുത്തേണമേ. ബന്ധിതനായ ഈശോയുടെ തിരുസ്വരൂപത്തിൻ്റെ മുൻപിൽ നിന്ന് ആവിലായിലെ വിശുദ്ധ അമ്മ ത്രേസ്യ പ്രാർത്ഥിച്ചു. ഈശോയെ, നിന്റെ സ്വന്തമാകാനുള്ള എൻ്റെ ആഗ്രഹത്തെ നീ ശക്തിപ്പെടുത്തണമേ. നീ അതെന്നിൽ ശക്തിപ്പെടുത്തി എന്നെനിക്കൊരു ഉറപ്പ് കിട്ടാതെ ഞാൻ നിന്റെ മുൻപിൽ നിന്ന് പോവുകയില്ല. എൻ്റെ ജീവിതത്തിൻ്റെ ഓരോ ദിനത്തിലും ഓരോ സമയവും നിന്റെ ഹിതം മാത്രം അന്വേഷിക്കാൻ, നീ പറയുന്നത് മാത്രം ചെയ്യാൻ, നീ പറയുന്നത് എന്തും ചെയ്യാൻ എനിക്ക് ആത്മധൈര്യം നൽകണമേ. ഈശോയെ, എന്നെക്കുറിച്ച് ഉള്ള ബോധ്യം എനിക്ക് തരണമേ. ഞാൻ ആരാണെന്നുള്ള ബോധ്യം, നീ എന്നെ എത്രമാത്രം സ്നേഹിക്കുന്നുണ്ടെന്ന ബോധ്യം, എൻ്റെ പാപങ്ങളെക്കുറിച്ച്, എൻ്റെ കുറവുകളെക്കുറിച്ചുള്ള ബോധ്യം എനിക്ക് നൽകണമേ. നീ എന്തിനു വേണ്ടിയാണ് സഹിച്ചതെന്നതിൻ്റെ ബോധ്യം എനിക്ക് നൽകണമേ. നിന്റെ തിരുഹിതം എൻ്റെ നന്മയ്ക്ക് വേണ്ടിയിട്ടാണെന്ന ബോധ്യം എനിക്ക് നൽകണമേ. നീ പറയുന്ന വഴികളിലൂടെ സഞ്ചരിക്കാനുള്ള ധൈര്യവും എളിമയും എനിക്ക് നൽകണമേ. എൻ്റെ ജീവിതത്തിൻ്റെ ഓരോ ദിനത്തിലും ഓരോ നിമിഷത്തിലും എൻ്റെ ജീവിതത്തിൻ്റെ ഓരോ ദിനത്തിലും ഓരോ നിമിഷത്തിലും നീ പറയുന്നത് എന്തും ചെയ്യാൻ ആത്മധൈര്യം ഏകേണമേ. നീ പറയുന്നത് എന്തും ചെയ്യാൻ ആത്മധൈര്യമേകേണമേ. ആരാധന പ്രഭു, ആരാധന, ആരാധന, സ്തുതി, ആരാധന, ആരാധന പ്രഭു, ആരാധന, ആരാധന
സ്തുതി ആരാധന. ആരാധന പ്രഭു ആരാധന, ആരാധന സ്തുതി ആരാധന. എഴുന്നേറ്റ് നിൽക്കാം. യേശുവേ സ്നേഹമേ, നിന്റെ സ്വന്തമാകാനുള്ളെൻ്റെ ആഗ്രഹത്തെ നീ ശക്തിപ്പെടുത്തിയിടണം. കരങ്ങൾ ഉയർത്തി സ്തുതിക്കാം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ആരാധന ഈശോയേ, ആരാധന ഈശോയേ, ആരാധന കർത്താവേ. സത്യത്തിൽ വിളിക്കുന്നു ഈശോയേ. പൂർണ്ണ മനസ്സോടെ വിളിക്കുന്നു. ഒരു മടിയും നാണവും കൂടാതെ വിളിക്കുന്നു. ഓരോരുത്തരുടെയും ശബ്ദം അടുത്ത് നിൽക്കുന്ന 100 പേർക്ക് കേൾക്കാൻ പറ്റുന്ന അഭിഷേകത്തോടെ വിളിക്കുന്നു. തൊണ്ട തുറന്ന് ചങ്ക് പൊട്ടി വിളിക്കട്ടെ. പൂർണ്ണ മനസ്സോടെ, പൂർണ്ണാത്മാവോടെ. കരമടിച്ച സ്നേഹമേ, നിന്റെ സ്വന്തമാകാനുള്ള എൻ്റെ ആഗ്രഹത്തെ നീ ശക്തിപ്പെടുത്തേണമേ. യേശുവേ സ്നേഹമേ, നിന്റെ സ്വന്തമാകാനുള്ള എൻ്റെ ആഗ്രഹത്തെ നീ ശക്തിപ്പെടുത്തേണമേ. യേശുവേ സ്നേഹമേ, നിന്റെ സ്വന്തമാകാനുള്ള എൻ്റെ ആഗ്രഹത്തെ നീ ശക്തിപ്പെടുത്തേണമേ. യേശുവേ സ്നേഹമേ, നിന്റെ സ്വന്തമാകാനുള്ള എൻ്റെ ആഗ്രഹത്തെ നീ ശക്തിപ്പെടുത്തേണമേ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഉച്ചത്തിൽ വിളിക്കുന്നു ഈശോയെ, ഈശോയെ. ഇരുവശങ്ങളിലെ
മക്കളിലേക്കും കരമടിച്ച് കാലുകൾ താളത്തിൽ മാറ്റി ചവിട്ടി സന്തോഷത്തോടെ എന്റെ ജീവിതത്തിന്റെ ചെറുതും വലുതുമായ ഓരോ കാര്യത്തിലും 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 നിൻഹിതം മാത്രം അന്വേഷിക്കാനായി വരമെനിക്കരുളണമേ. നിൻഹിതം മാത്രം അന്വേഷിക്കാനായി വരമെനിക്കരുളണമേ. പടം നിൻഹിതം മാത്രം അന്വേഷിക്കാനായി വരമെനിക്കരുളണമേ. യേശുവേ നിന്റെ സ്വന്തമാകാനുള്ള എന്റെ ആഗ്രഹത്തെ നീ ശക്തിപ്പെടുത്തണമേ. അഭിഷേകത്തോടെ പാടാം. യേശുവേ സ്നേഹമേ തുള്ളിച്ചാടി പാടാം. നിന്റെ സ്വന്തമാകാനുള്ള എന്റെ ആഗ്രഹത്തെ നീ ശക്തിപ്പെടുത്തണമേ. യേശുവേ സ്നേഹമേ നിന്റെ സ്വന്തമാകാനുള്ള എന്റെ ആഗ്രഹത്തെ നീ ശക്തിപ്പെടുത്തണമേ. ആവേശത്തോടെ യേശുവേ സ്നേഹമേ നിന്റെ സ്വന്തമാകാനുള്ള എന്റെ ആഗ്രഹത്തെ നീ ശക്തിപ്പെടുത്തണമേ. ഹൃദയോടെ യേശുവേ സ്നേഹമേ നിന്റെ സ്വന്തമാകാനുള്ള എന്റെ ആഗ്രഹത്തെ നീ ശക്തിപ്പെടുത്തണമേ. സ്നേഹമേ നിന്റെ സ്വന്തമാകാനുള്ള എന്റെ ആഗ്രഹത്തെ നീ സമാധാനത്തിന്റെ വെള്ളരിപ്രാവേ പറന്നിറങ്ങണമേ. നിന്റെ മക്കളുടെ അഭിഷേകമാ നിന്റെ വചനങ്ങൾ എന്നോട് നീ സംസാരിക്കണമേ. നീ പറയുന്നതെന്തും ചെയ്യാൻ നിന്റെ വാതകളിൽ താഴ്മയോടെ സഞ്ചരിക്കാൻ ഇതാ കർത്താവിന്റെ ദാസി എന്ന് പരിശുദ്ധ അമ്മയെ പോലെ പറയാ. നീ പറയുന്നിന്റെ തിരുഹിതം വിവേചിച്ചറിയാൻ നിന്റെ പ്രീതി മാത്രം തേടാൻ സ്തുതിക്കുന്നു ആരാധിക്കുന്നു. എന്റെ ആനന്ദമേ എന്റെ ആശ്വാസം ഈശോയേ. എന്നെ തന്റെ സാന്നിധ്യത്തിലേക്ക് ആകർഷിക്കുന്നവനെ, തന്റെ സാന്നിധ്യത്തിന്റെ ആനന്ദം കൊണ്ട് എന്നെ അഭിഷേകം ചെയ്യുന്നവനെ, പുതിയ സൃഷ്ടിയാക്കി എന്നെ മാറ്റുന്നവനെ, ദൈവൈക്യത്തിന്റെ പാതയിൽ എന്നെ കരം പിടിച്ചു നടത്തുന്നവനെ. ഇരുവശങ്ങളിലേക്ക് കരമിടിച്ച് കാലുകൾ താളത്തിൽ മാറ്റി ചവിട്ടി അഭിഷേകത്തോടെ സന്തോഷത്തോടെ ഉണർവോടെ എന്റെ ജീവിത
ജീവിതത്തിൻ്റെ ഓരോ ദിനത്തിലും ഓരോ നിമിഷത്തിലും നിന്റെ ജീവിതത്തിന്റെ ഓരോ ദിനത്തിലും ഓരോ നിമിഷത്തിലും എന്റെ ജീവിതത്തിൻ്റെ ഓരോ ദിനത്തിലും ഓരോ നിമിഷത്തിലും എന്റെ ജീവിതത്തിന്റെ ഓരോ ദിനത്തിലും ഓരോ നിമിഷത്തിലും നീ പറയുന്നതു എന്തും ചെയ്യാൻ ആത്മധൈര്യമേകണമേ. നീ പറയുന്നത് എന്തും ചെയ്യാൻ ആത്മധൈര്യമേകണമേ. നീ പറയുന്നതു എന്തും ചെയ്യാൻ ആത്മധൈര്യമേകണമേ. നീ പറയുന്നത് എന്തും ചെയ്യാൻ ആത്മധൈര്യമേകണമേ. ആരാധന പ്രഭു ആരാധന, ആരാധന സ്തുതി ആരാധന, 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 ആരാധന പ്രഭു ആരാധന, ആരാധന ആരാധന, ആരാധന പ്രഭു ആരാധന, ആരാധന സ്തുതി ആരാധന, ആരാധന പ്രഭു ആരാധന. ഹല്ലേലൂയ 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 ആരാധന 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 യേശുവേ ആരാധന ആരാധന സ്തുതിക്കുന്നു ആരാധിക്കുന്നു ആരാധിക്കുന്നു എന്നെ നിന്റെ സാന്നിധ്യത്തിലേക്ക് ആകർഷിക്കണമേ. ഈശോയെ എന്നെ നിന്റെ സാന്നിധ്യത്തിലേക്ക് ആകർഷിക്കണമേ. നിന്റെ സാന്നിധ്യത്തിൽ ആനന്ദത്തിന്റെ പൂർണ്ണതയുണ്ട്, ജീവന്റെ പൂർണ്ണതയുണ്ട്, സത്യത്തിന്റെ പൂർണ്ണതയുണ്ടല്ലോ. ഈ ലോകമോഹങ്ങൾ തേടാതെ ഹല്ലേലൂയ പാപത്തിന്റെ പിറകെ പായാതെ ലോകം വെച്ചു നീട്ടുന്ന താൽക്കാലിക സുഖമോഹങ്ങൾക്ക് വേണ്ടി പരക്കം പായാതെ നിന്റെ സാന്നിധ്യത്തിലേക്ക് നടന്നെടുക്കുവാൻ, നിന്റെ സാന്നിധ്യത്തിലേക്ക് ഓടിയെത്തുവാൻ, നിന്നിൽ ലയിച്ചു ചേരുവാൻ, നിന്റെ മഹത്വം നേടുവാൻ ഈശോയെ എന്നെ നിന്റെ സാന്നിധ്യത്തിലേക്ക് ആകർഷിക്കണമേ. ശബ്ദത്തിൽ വിളിക്കുന്നു ഈശോയെ. സർവശക്തിയോടെ എല്ലാം മറന്ന് വിളിക്കട്ടെ, എല്ലാം സമർപ്പിച്ച് വിളിക്കുന്നു. മാത്രം മതി എന്ന ബോധ്യത്തോടെ വിളിക്കുന്നു. കർത്താവ് എന്റെ ഈശോ എനിക്ക് മതിയായവനാണെന്ന് ഹൃദയത്തിലേറ്റു പറഞ്ഞ് വിളിക്കുന്നു.